കേസ് സിബിഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ ശുപാർശ. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പ്രതിയായ കേസിന്റെ അന്വേഷണമാണ് സിബിഐക്ക് വിടുന്നത്. ടൈറ്റാനിയം കമ്പനിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചതിൽ 256 കോടിയുടെ അഴിമതി നടന്നതായാണ് കേസ്. വി അരുൺ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, വിശദാംശങ്ങൾ. ദിവ്യ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2005 അവസാന കാലത്താണ് ടൈറ്റാനിയത്ത് അഴിമതി കേസ് ആരോപിക്കപ്പെടുന്ന കേസ് നടക്കുന്നത്. ടൈറ്റാനിയത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ മെക്കോൺ എന്ന കമ്പനി വഴി ഫിൻലാൻഡിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് കരാർ കൊടുത്തു. ഇതിലൂടെ 256 കോടി രൂപ നഷ്ടമുണ്ടായെന്നാണ് കേസ്. VS സർക്കാരിന്റെ കാലത്ത് 2011 കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് ഇത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേസിൽ ഉമ്മൻചാണ്ടിയെ പ്രതിയേൽക്കാൻ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് തള്ളാൻ തീരുമാനമെടുത്തു. ഇതിനെതിരെ ടൈറ്റാനിയത്തിന്റെ സീറ്റ് യൂണിയൻ നേതാവായ ജയൻ കോടതി സമീപിക്കുകയും കേസ് അന്വേഷിക്കാൻ തുടരന്വേഷണത്തെ കോടതി ഉത്തരവിടുകയുമായിരുന്നു. 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ KPC അധ്യക്ഷനായിരുന്നു രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ സ്വാധീനത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതനുസരിച്ച് അന്നത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി KK രാമചന്ദ്രൻ, ആരോഗ്യമന്ത്രി KK രാമചന്ദ്രൻ ഈ അഴിമതിക്ക് കൂട്ടുനിന്നതാണ് കേസിലെ പ്രധാന ആരോപണം. അതിനാണ് രാമചന്ദ്രനെയും രമേശ് ചെന്നിത്തലയും കേസിൽ പ്രതിയെ ചേർത്തത്. ടൈറ്റാനിയത്തിന്റെ അന്നത്തെ ചെയർമാൻ വ്യവസായ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന T ബാലകൃഷ്ണനാണ്. T ബാലകൃഷ്ണനും കേസിൽ പ്രതിയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇബ്രാഹിം കുഞ്ഞും അടക്കം സംസ്ഥാനത്തെ പ്രമുഖ UDF നേതാക്കൾ പ്രതിയായ കേസാണ്.